പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കണ്ണിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള സംഭവവികാസങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കൺമണിയെ കണ്ടതിനെ തുടർന്ന് കൺമണിയെ കാണാൻ അതീവ സുന്ദരിയായിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ക്രിഷ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് കൺമണിക്ക് വളരെയധികം സന്തോഷം ആവുകയും ചെയ്യുന്നു. പക്ഷേ കൺമണി ആ സന്തോഷം പുറത്തു കാണിക്കാൻ തയ്യാറാകാതെ മുന്നോട്ട് പോകാനാണ് തീരുമാനമെടുക്കുന്നത്. ക്രിഷ് സാർ പെട്ടെന്ന് അമ്പലത്തിലേക്ക് എന്താണ് വന്നത് എന്നുള്ള കാര്യവും ചോദിച്ചതിനെ തുടർന്ന് ക്രിഷ് കാര്യങ്ങൾ പറയാൻ തയ്യാറായിരിക്കുകയാണ്. കൃപയുടെ കാര്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടായല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത്. പക്ഷേ കൺമണിയെ കാണാൻ സാധിച്ചതും വലിയൊരു കാര്യമായി തന്നെയാണ് ഞാൻ കാണുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ. ഈ കാര്യം കേൾക്കുന്ന കൺമണി കൃപയെ കാണുന്നതിനായി ഞാനും അവിടേക്ക് വരാൻ ഇരിക്കുകയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് കൺമണി തീർച്ചയായും വരണം, കൺമണിയെ എനിക്കും കാണാമല്ലോ, ആ ഒരു പ്രതീക്ഷ എനിക്കുമുണ്ട് എന്നുള്ള കാര്യം കൃഷും അറിയിച്ചതിനെ തുടർന്ന് കൺമണിക്ക് വളരെയധികം സന്തോഷം ആയിരിക്കുകയാണ്. ഇതോടെ കാര്യങ്ങളിനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നറിയാതെ രണ്ടുപേരും ഒരു നിമിഷത്തേക്ക് ആകെ ആശങ്കയിൽ ആഴ്ന്നു പോയിരിക്കുകയാണ്. ഇതേ തുടർന്ന് തിരികെ വീട്ടിലേക്ക് എത്തുന്ന കൺമണി ക്രിഷ് തന്നെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. കൺമണിക്ക് വളരെയധികം സന്തോഷം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് ഗോകുൽ കൺമണിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് ക്രിഷ് സാറിനെ അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്നു എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് കൺമണി. ഇതോടെ ക്രിഷ് സാറിനും കൺമണിയെ വളരെ ഇഷ്ടമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകാൻ തയ്യാറാകുന്ന ഗോകുൽ, മാത്രവുമല്ല നിങ്ങളുടെ വിവാഹം നടക്കണം എന്നാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് കൺമണി അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അറിയിക്കുകയും, മാത്രവുമല്ല വെറുതെ എന്തിനാണ് ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഇതോടെ ക്രിഷ് സാർ കൺമണിയുടെ മനസ്സിലില്ലേ എന്ന് ഗോകുൽ തിരികെ ചോദിച്ചതിനെ തുടർന്ന് എന്തുത്തരം പറയും എന്നറിയാത്ത അവസ്ഥയിൽ ആയിരിക്കുകയാണ് ഇപ്പോൾ കൺമണി. മാത്രവുമല്ല ഇതേ തുടർന്ന് സത്യം അതുതന്നെയാണ് എന്ന് കൺമണിയും തിരിച്ചറിയുകയാണ്. എൻ്റെ മനസ്സിൽ ക്രിഷ് സാർ തന്നെയാണ്, മറ്റാർക്കും അവിടെ സ്ഥാനമില്ല. പക്ഷേ എൻ്റെ ആഗ്രഹം നടക്കുമോ, അത് മാത്രമാണ് മുൻപിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. ഇതേ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്നറിയാതെ നിൽക്കുന്ന കൺമണി അവിടെ നിന്ന് പോയിരിക്കുകയാണ്. പക്ഷേ ഇതിനിടയിൽ ബലരാമനാകട്ടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് തൻ്റെ തോൽവി അംഗീകരിക്കാൻ താൻ ഇനി തയ്യാറല്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഉടൻ തന്നെ ഒരു മരണം നടക്കും, അത് ഉറപ്പ് തന്നെയാണ്. ആ കൃഷിനെ അങ്ങ് ഇല്ലാതാക്കണം. ഇത് പഴയതുപോലെയല്ല, ഞാൻ വിചാരിച്ച കാര്യം നടത്തിയെടുത്തതിന് ശേഷമേ ഇനി തിരികെ വരികയുള്ളൂ എന്നുള്ള ഉറപ്പും നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ബലരാമൻ മുന്നോട്ട് പോകുന്നത്. ഇതോടെ സുമിത്രയാകട്ടെ ഇനി നല്ലൊരു യുദ്ധം തന്നെ കാണാം എന്ന് പറയുകയാണ്. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ആ സാഗറിൻ്റെ കുടുംബം തകരും, അത് കണ്ട് നമുക്ക് ആഘോഷിക്കണം. മാത്രവുമല്ല നമ്മളോട് ചെയ്തതിനെല്ലാമുള്ള തിരിച്ചടിയാണ് അത് എന്നുള്ള കാര്യം അവർ അറിയുകയും വേണം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് വളരെയധികം സന്തോഷം ആയിരിക്കുകയാണ് അവളുടെ ഭർത്താവിനും. പക്ഷേ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവാണ് ഉണ്ടാകുന്നത്. ബലരാമൻ ഒടുവിൽ ആ സത്യം മനസ്സിലാക്കാൻ ഇടയാവുകയാണ്.
തൻ്റെ യഥാർത്ഥ അച്ഛനും അമ്മയും സാഗറും അതുപോലെ തന്നെ സുജയും ആണ് എന്നുള്ള സത്യം സുമിത്ര തൻ്റെ യഥാർത്ഥ അമ്മയല്ല എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ മാനസികമായി തകർന്ന് പോവുകയും ചെയ്യുന്ന ബലരാമൻ തന്നെ കരുവായി ഉപയോഗിക്കുകയായിരുന്നു എന്നുള്ള സത്യം തിരിച്ചറിയുകയും ചെയ്തിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.